ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടില് കുറച്ച് ആളുകൾ ഇരച്ച് കയറി ഒരു പ്രശ്നമുണ്ടാക്കിയിരുന്നു. നമ്മളൊക്കെ വാർത്തകളിൽ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗവും മറ്റ് ഇസ്ലാമിക സംഘടനകളുടെ യുവ ജനവിഭാഗവും ഒക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നമെന്നറിയാമോ? അതാണ് അതിലേറെ രസകരം. വഖഫ് പ്രതിഷേധമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് അവര് സയ്യിദ് കുത്തുബിന്റെ ചിത്രമല്ലല്ലോ ഉയർത്തിപ്പിടിക്കേണ്ടത്, ആണോ? ബനാത്തുവാലയുടെ ചിത്രമല്ലല്ലോ ഉയർത്തിപ്പിടിക്കേണ്ടത്, ആണോ? യഹിയ സിൻവാറിന്റെ ചിത്രമല്ലല്ലോ ഉയർത്തിപ്പിടിക്കേണ്ടത്, ആണോ? അതൊക്കെ എന്ത് സന്ദേശമാണ് ഇവര് കൊടുക്കുന്നത്? മുഹമ്മദ് അലി ജിന്നയും സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും സയ്യിദ് കുത്തുബും ബനാത്തുവാലയും മുഹമ്മദ് അലി ജിന്നയും ഒക്കെ എന്ത് നവോത്ഥാന നായകന്മാരാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ബേസിക് സംഘടനയായ ഇസ്ലാമിക് ബ്രദർഹുഡിനെ ചവിട്ടിയെടുത്ത് കണ്ടം വഴി ഓടിച്ച രാജ്യങ്ങൾ. എന്നിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ഇവർ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുക. എങ്ങനെ? ഈ തീവ്രവാദികളുടെ ആശയങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം എങ്ങനെ വളർത്തിയെടുക്കാം? ഇസ്ലാമിക ഭരണാധികാരിയായിരിക്കണം ഭരിക്കേണ്ടത്. ജനാധിപത്യത്തെ ഇല്ലാതാക്കി മതാധിപത്യം എങ്ങനെ സ്ഥാപിക്കാം എന്ന് ഇവർ പഠിപ്പിക്കുവാണ്. അതേപോലെ തന്നെ നമ്മുടെ വേടൻ കള്ളുകുടിച്ചും കഞ്ചാവടിച്ചും ലഹരി ഉപയോഗിച്ചും ഈ കഞ്ചാവോളി ഏത് രൂപത്തിലാണ് സ്വന്തം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നത്? എന്ത് സന്ദേശവും എന്ത് സ്വാതന്ത്ര്യ ബോധവും എന്ത് സുരക്ഷിതത്വ ബോധത്തിനു വേണ്ടിയുമാണ് ആള് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീന്റെ കൊടിയും പൊക്കിപ്പിടിച്ച് ഗാസയുടെ ദാഹം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്വന്തം ജനതയിലെ ജാതി വിവേചനത്തെ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ നമ്മളൊരു ജാതി വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തൊലിയുടെ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയുന്ന കലയിലൂടെ നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ അത് പലസ്തീന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ? അപ്പോഴും മതതീവ്രവാദികളുടെ കയ്യിലെ കളിപ്പാട്ടമായി വേടൻ മാറുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ശശികല ടീച്ചർ ഇന്നലെ എവിടെ ഒരു സ്ഥലം കൃത്യമായിട്ട് അറിയില്ല, അവിടെ വെച്ചിട്ടൊരു പ്രസംഗം നടത്തുകയാണ്. പട്ടികജാതിക്കാരുടെ തനതായ കലാരൂപമാണോ റാപ്പ് എന്ന് ചോദിച്ചുകൊണ്ട്. അതായത് വേടന്റെ ഈ റാപ്പ് കളിയാണ് ഉദ്ദേശം. ഇങ്ങനെ ചാടി കളിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ചാടുന്നതാണോ ശരിക്കും പട്ടികജാതി വിഭാഗത്തിന്റെ കലാരൂപം എന്നാണ് ശശികല ടീച്ചർ ചോദിച്ചത്. കാരണം കേട്ടോ, കാരണം നമ്മൾ കണ്ടതില്ല ക്ലീമാനൂരൊക്കെ ആ ചളിയിലൊക്കെ മുങ്ങി നടന്ന എന്തൊരു വൃത്തികേടായിരുന്നില്ലേ. ഒരു പാട്ടിനെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് തോന്നില്ല, പകരം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെ? അപ്പോ ഈ പറയുന്ന വേടന്റെ ആരാധകരെന്ന് പറയുന്ന ആളുകൾ അവരേത് വിഭാഗത്തിലാണ് കൊണ്ടുപോകുന്നത്? ആളിനെ നല്ല കലയെറിയാം, നമ്മളതിനെ അംഗീകരിക്കുന്നു. നല്ല രൂപത്തിലുള്ള ചടുലമായ വരികളാണ് ആള് ഉപയോഗിക്കുന്നത്, നമ്മൾ സമ്മതിക്കുന്നു. നല്ല പ്രാസമുണ്ട്, കേൾക്കാൻ ഇമ്പമുണ്ട്, കേട്ടിരിക്കും, നമ്മൾ സമ്മതിക്കുന്നു അതെല്ലാം. പക്ഷേ അതിന്റെ പിന്നിലുള്ള ചില വരികളിലൂടെ കടത്തിവിടുന്നത് വർഗീയതയാണ്, വിഭാഗീയതയാണ്. ഇല്ലാത്ത ജാതി വിവേചനം ഉണ്ട് എന്ന് കാണിച്ച് ഒരു പ്രത്യേക മതവിഭാഗം വീണ്ടും ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് കാണിക്കുവാണ്. സംവരണം നേടി ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളിലും അടക്കി ഭരിക്കുന്നത് ഇവര് തന്നെയാണ്. എത്ര ബ്രാഹ്മണ MLA മാരുണ്ട്, എത്ര ബ്രാഹ്മണ മന്ത്രിമാരുണ്ട്, MP മാരുണ്ട്, എത്ര വാർഡ് മെമ്പർമാരുണ്ട്. അതേപോലും സംവരണത്തിന്റെ ആനുകൂല്യം നേടി ഈ വിഭാഗം വളർന്നുകൊണ്ടിരിക്കുവാണ്. ഒരിക്കലും അവർ തളരുവല്ല. എന്നിട്ടും ഞങ്ങൾക്ക് ഇനി എന്തൊക്കെയോ കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചിലടിച്ച് നിലവിളിക്കും. ഒറ്റപ്പെട്ട് പലയിടത്തും പല സംഭവങ്ങളും നടക്കുന്നുണ്ടില്ലെന്നല്ല. ഏത് രീതിയിലോട്ടാണ് ഇവൻ കൊണ്ടുപോകുന്നതാണ് ടീച്ചർ. അതായത് ചാടിക്കളിക്കല കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ കൂടെ ചാടുന്ന പറഞ്ഞ ഇതാണ്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട വേടൻ അവന്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരെ ഈ ലഹരിക്ക് അടിമപ്പെടുത്തിയിട്ടാണ് ഈ ചാടി കളിപ്പിക്കുന്നത്, ഈ ചളി കൂടെ ചെയ്യിപ്പിക്കുന്നത്. ഇവൻ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരുമിച്ചിരുന്ന് യേശു പറഞ്ഞ് കള്ളു കുടിക്കുന്നു ചെറിയ കുട്ടികൾ വരെ ഇവന്റെ ആരാധകരാണ്.
നമുക്ക് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അതൊക്കെ വേണമെങ്കിൽ ആകാം, വേണ്ടെന്നല്ല. പക്ഷെ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ കൂത്താടുമ്പോൾ എന്ത് സന്ദേശമാണ് ഇയാള് പബ്ലിക്കിന് കൊടുക്കുന്നത്? ശശികല ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും, എന്താ അറിയില്ല. പക്ഷെ അതിനെതിരെ ഒരാൾ ഗൾഫിൽ ഇരുന്നൊരു വീഡിയോ നല്ല രസം കേൾക്കാൻ. എനിക്ക് ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കാണ് അതിന്റെ രസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം രസം ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് രസം കിട്ടും. ഏതായാലും ഈ വീഡിയോ ഒന്ന് കാണണം. വെളിവുള്ളവർ വരട്ടെ. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗ്ഗക്കാരനെയും തനതായ കലാരൂപം. ചാടിക്കളിക്കൽ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമമായ ചാടിക്കളിക്കുകയും ചുടുചോറ് ബാധിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഇന്ത്യക്ക് വേദിയിട്ടിരിക്കുന്നത്. ആജ്ഞാപിക്കാൻ, ഉത്തരവിടാൻ, ഓംബ്ര എന്ന് പറഞ്ഞിട്ട് വാപത്തി നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ നിന്റെ തന്തയുടെ വകയല്ല ശശികളെ. ഇന്ത്യ മഹാരാജ്യത്ത് കേരളം തല ഉയർത്തി യശസ്സുയർത്തി 1-ാം നമ്പറിൽ തുടരുന്നത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ മതേതര ചിന്താഗതി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ പ്രത്യയശാസ്ത്രവും. നീ ഇന്ന് ഉത്തരവിടല്ലോ. എന്തിനാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾ റാപ്പ് പാടിയത്? വേടൻ പാടിയാൽ റാപ്പാവില്ലേ? മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ, വേഷത്തിന്റെ, ദേശത്തിന്റെ രാഷ്ട്രീയം നിന്റെ ഈ ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല എന്നുള്ളത് ഇവിടെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോടാണ്. സഹോദരങ്ങളെ, നിങ്ങളെ ഏത് രൂപത്തിലാണ് ഇവർ കാണുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇവരുടെ ടാർഗറ്റ്. തീർച്ചയായിട്ടും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ദളിത്, ന്യൂനപക്ഷ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എന്നും ഇവരുടെ അടിമകളാക്കി ജീവിപ്പിക്കുക, സവർണ ജീവിതം ജീവിച്ച് ഇവിടുത്തെ തമ്പ്രാക്കന്മാരായിട്ട്, എന്താ പറയുക, പ്രജാപതികളായിട്ട് ജീവിക്കുക. എന്നിട്ട് നമ്മളൊക്കെ ഓംബ്ര സ്റ്റൈലിലൂടെ ജീവിച്ചുകൊള്ളുക. അതല്ലേ ശശികല എന്ന് പറഞ്ഞത്? തങ്ങളുടെ ഏറ്റവും വലിയ വിഷവിത്തായ വിഷത്തുപ്പുന്ന ഈ ശശികലയുടെ ഈ ഒരു വിദ്വേഷ പ്രസംഗം കേട്ട് അത്രയും നേരം ഈ ഒരു പ്രസംഗത്തിന് മുന്നിലിരുന്ന ആളുകളെ ഓർത്ത് ലജ്ജ മാത്രം. കണ്ടില്ലേ? അതായത് ശശികല ടീച്ചർ അവൻ പറഞ്ഞതും അവന്റെ അതൊന്നും എന്റെ വിഷയമേ അല്ല. അത് അങ്ങോട്ട് മാറ്റിയിട്ടു. അത് അവര് ശശികല ടീച്ചറും തമ്മിൽ തീർക്കണം. നമുക്ക് അതിൽ റോഡില്ല. കാരണം നമുക്ക് അങ്ങനത്തെ രീതിയല്ല ഇപ്പൊ നമ്മുടേത്. ഞാൻ പറയുന്നത് അതിന്റെ അവസാന സമയത്ത് ഇവിടുത്തെ എന്താ പറയാ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അവൻ വളരെ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ, നിങ്ങൾ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു സാധനമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് എങ്ങനെയാണ് വേടന് ഈ ന്യൂനപക്ഷത്തിന്റെ ഒരു പിടി കിട്ടിയത്? ചോദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വേടന്റെ വിഷയത്തിൽ ശശികല ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ കാക്കാക്കൂട്ടത്തിനും തീവ്ര ജിഹാദികൾക്കും പൊള്ളുന്നെങ്കിൽ വേടന്റെ പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം തേടി എങ്ങും പോകണ്ട. ചോദിക്കട്ടെ, ഇസ്ലാം മത വിഭാഗത്തിൽ തണ്ടാർ വിഭാഗമുണ്ട്, ബാർബർ വിഭാഗമുണ്ട്, ഒസാൻമാർ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവര് സംസാരിക്കുമോ? അല്ല, വേടന് വേണ്ടി സംസാരിക്കുന്ന നാവ് ഉപയോഗിച്ച് ഉണ്ടാകില്ല. പറയുന്നത് കേട്ടതിന് ശേഷം കുറച്ചു നേരം 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് എഴുതുക. അതിന് മുമ്പ് ചാടിക്കയറി കമന്റ് എഴുതരുത് കേട്ടോ. അതായത് കേരളത്തിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് ഏകീകരണം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. അത് അവരുടെ മിടുക്കാണ്. ആ മിടുക്ക് എങ്ങനെയാണ്? അവർ ഒരുമിച്ച് നിന്നു. അവർക്കൊരു ഏകീകരണ സ്വഭാവം ഉണ്ടായി. അവര് എന്താ പറയാ, വോട്ടിന്റെ കാര്യം വരുമ്പോൾ ഒരുമിച്ച് നിന്ന്, അല്ലെങ്കിൽ ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് കേട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണം. വോട്ട് മാത്രമല്ല, ഇവരുടെ ഏത് വിഷയം വന്നാലും ഇവർ ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ യുക്തിവാദികളെ, എക്സ് മുസ്ലിങ്ങളെ പ്രതിരോധിക്കാൻ മുസ്ലിം ഐക്യ സംഘടന രൂപീകരിച്ച് MM അക്ബറിന്റെ അധ്യക്ഷതയിൽ വലിയ രൂപത്തിൽ ഒരു സമ്മേളനം നടന്നിരുന്നു. അതിനകത്തും ഇവര് പറയുന്നത് നമുക്കിടയിൽ പല രൂപത്തിലുള്ള ആശയ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. ആ വ്യതിരിക്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പ്രതിരോധിക്കേണ്ടത് യുക്തിവാദികളെയാണ്, ഇസ്ലാം മത വിമർശകരെയാണ്. ആ വിഷയത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അലിയാർ കാസിമിയും അതുപോലെയുള്ള ഒരുപാട് മതപുരോഹിതന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. ുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറാവും. ഒരു ഏകീകരണ സ്വഭാവം അവർക്കുണ്ടായി. ആ ഒരു ഏകീകരണത്തിലൂടെ ഇവിടുത്തെ ഭരണാധികാരികളോട്, അത് ആര് തന്നെ ആയിക്കോട്ടെ, ആര് തന്നെ ഭരിച്ചോട്ടെ, അവരോട് അവരുടെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെയുള്ള പ്രീണനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹൈന്ദവ സമൂഹം ഇത് മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ മനസ്സിലാക്കി കൊടുത്തത് എന്നെപ്പോലത്തെ ആളുകളൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, എല്ലാ ആളുകളുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുകൾ വന്നതിന് ശേഷം നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് ഇവരുടെ അജണ്ടകൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ പ്രീണിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് അവർക്ക് അവരുടെ കൺമുമ്പിലോട്ട്, അവരുടെ വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് കാണിച്ചു കൊടുത്തു. അതോടുകൂടി ഏകദേശം അവർ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ മർമ്മ ഭാഗം എന്ന് പറയുന്നത്. അതായത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹൈന്ദവർക്കുള്ളിൽ ഒരു ഏകീകരണം സംഭവിക്കാൻ പോയി. ഒരു വലിയ രീതിയിലുള്ള ഒരു ഏകീകരണം.
BJPയുടെ വോട്ടിന്റെ ശതമാനം കൂടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അതായത് ഹൈന്ദവർ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് ഇത്രയും കാലം മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ടിയിരുന്നത് പോലും ഞങ്ങൾക്ക് തരാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വിട്ടുകൊടുക്കാൻ അവിടുത്തെ സർക്കാരുകൾ തയ്യാറാവുന്നു എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ വരുത്താൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ BJPക്ക് ചെറിയ രീതിയിൽ വോട്ടുകൾ കയറാൻ തുടങ്ങി. BJPക്ക് വോട്ട് കയറുക എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കി ബേജാറായി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് വേടൻ എന്ന് പറയുന്ന ഒരു വലിയ ആയുധം കിട്ടുന്നത്. ആ ആയുധത്തെ അവർ മുറുകെ പിടിച്ചു. അതാണ് സത്യമായിട്ട് നടക്കുന്നത്. വേടന്റെ ആരാധകരിൽ ഈ പറയുന്ന ന്യൂനപക്ഷക്കാർ എങ്ങനെയാണ് കൂടിയത്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ തലമൂത്ത പല ആളുകളും വേടന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ ഏകീകരണം ഇവിടെ സംഭവിക്കുമെന്നുള്ള ഭയത്താലാണ്. അപ്പൊ ഇവരെന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മുടെ നാല് ഭാഗത്തോട്ടാക്കുന്നതിൽ നല്ലത് സ്വജാതിപ്പെട്ട ഒരുത്തൻ ഇതിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വളമിട്ട് കൊടുക്കുകയാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചു. അവരൊന്നും ബുദ്ധി, അതായത് ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ആ കുടുംബത്തിനകത്ത് നിന്നൊരാളെ ശത്രുപക്ഷം എടുക്കും. അത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി, പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും ശരി, അത് തന്നെയാണ് ഇവിടെയും നടന്നത്. അതായത് ഹിന്ദുക്കൾ ഒരിക്കലും ഏകീകരിക്കരുത്, മുസ്ലിങ്ങളെ പോലെ തന്നെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് അവർ മാറരുത്. അവരിൽ എപ്പോഴും ജാതീയത നിലനിൽക്കണം. അവരെപ്പോഴും വർഗത്തിനു വേണ്ടി, വർണ്ണത്തിനു വേണ്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേടൻ അവരുടെ കയ്യിലെ ഒരു തുറുപ്പു ചീട്ടാണ്. അവർക്ക് അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ്. അവരതിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ചെന്ന് വീണു കൊടുക്കുന്ന ആളുകളാണ് പൂഴന്മാർ. നന്ദി.